വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിച്ചതാണ് മാറ്റങ്ങളുടെ തുടക്കം. എന്നാൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ സാധാരണക്കാരായ ട്രെയിൻ യാത്രികരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സാധ്യമാക്കുന്നില്ലെന്നത് ഏറെക്കുറെ ശരിയാണ്. എന്നാൽ പുതിയ ട്രെയിനുകൾ നിർമ്മിക്കുകയും സ്റ്റേഷനുകൾ വിമാനത്താവളത്തിലെ സൗകര്യത്തിന് സമാനമായി വികസിപ്പിക്കുന്നതിലും മാത്രം ഒതുക്കുകയല്ല തങ്ങളുടെ പദ്ധതിയെന്നാണ് റെയിൽവേ പറയുന്നത്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ അടിമുടി മാറാൻ പോകുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രായമായവർ, ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുൾപ്പെടെയുള്ള യാത്രക്കാർക്ക് മികച്ച സൗകര്യം നൽകുന്നതിനായി കൂടുതൽ കോച്ചുകളുള്ള ട്രെയിനുകളും സജ്ജമാക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതോടെ കോടിക്കണക്കിന് യാത്രക്കാർക്ക് ഇത് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. LHB കോച്ചുകൾ പഴയ കോച്ചുകളെക്കാൾ നീളമുള്ളതാണ്. സീസൺ സമയത്ത് മറ്റ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുകയും കോച്ചുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നത് പതിവാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ പ്ലാറ്റ്ഫോമുകൾ ചെറുതായതിനാൽ ട്രെയിൻ നിർത്തുമ്പോൾ ആളുകൾ ഇറങ്ങുന്നത് പ്ലാറ്റ്ഫോമിന് പുറത്താണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി റെയിൽവേ പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിന് കീഴിലുള്ള വിവിധ ഡിവിഷനുകളിലെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളാണ് ആദ്യഘട്ടത്തിൽ നീളം കൂട്ടുന്നത്. ഇതിനായി കോടികൾ റെയിൽവേ വകയിരുത്തിയിട്ടുണ്ട്. അമര സ്റ്റേഷൻ പദ്ധതികൾക്ക് പുറമെയാണ് പ്ലാറ്റ്ഫോമുകളിലെ പുതിയ മാറ്റം യാഥാർത്ഥ്യമാകുന്നത്. അതേസമയം മറ്റൊരു അവധിക്കാലത്തെ കൂടി വരവേൽക്കാനൊരുങ്ങുകയാണ് മലയാളികൾ. പക്ഷേ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത്തവണയും മറുനാടൻ നഗരങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നതും കാത്തിരിപ്പാണ് അന്യനാടുകളിലുള്ള മലയാളികൾ. ക്രിസ്മസ് അവധിക്കാലത്ത് ഡിസംബർ 19 മുതൽ 24 വരെയുള്ള തീയതികളിൽ കേരളത്തിലേക്കുള്ള ഒരു ട്രെയിനിലും ബംഗളൂരു നഗരത്തിൽ നിന്ന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് മലബാറിലേക്കും തെക്കൻ കേരളത്തിലേക്കും. റിസർവേഷൻ ബാക്കിയുള്ള തീവണ്ടികളിലും സ്ലീപ്പർ ക്ലാസുകളിൽ നില വെയിറ്റിംഗ് ലിസ്റ്റ് 200-ന് മുകളിലാണ്. സ്വകാര്യ ബസ് ലോബികൾ പതിവ് പോലെ കഴുത്തറപ്പൻ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിക്കാനിരിക്കെ സ്പെഷ്യൽ ട്രെയിൻ എന്ന ആവശ്യം ശക്തമായി ഉയർത്തുകയാണ് യാത്രക്കാർ. ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ ഡിസംബർ 19 മുതൽ 24 വരെ റിസർവേഷൻ തീർന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത്. ഈ ട്രെയിനിൽ 25-ന് റിസർവേഷൻ സ്ഥിതി വെയിറ്റിംഗ് ലിസ്റ്റ് 150-ന് മുകളിലാണ്. അതേസമയം ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള റിസർവേഷനും തീർന്നു. വെള്ളി, ഞായർ ദിവസങ്ങളിൽ തിരുവനന്തപുരം നോർത്തിലേക്ക് സർവീസ് നടത്തുന്ന ഹംസഫർ എക്സ്പ്രസിനും 19-ാം തീയതിയിലേക്കുള്ള റിസർവേഷൻ ഇതിനോടകം തീർന്നുവെന്ന സന്ദേശമാണ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാണിക്കുന്നത്. അവധിക്കാലത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ എന്നതിനൊപ്പം നിലവിൽ സർവീസ് നടത്തുന്ന എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ താൽക്കാലികമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതേസമയം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വൻ കുതിപ്പേകുന്ന പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് 750 കിലോമീറ്ററിലധികം പുതിയ റെയിൽ പാതകൾക്കായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചു. ട്രെയിൻ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിനായി 3042 കോടി രൂപയാണ് റെയിൽവേ വകയിരുത്തിയിരിക്കുന്നത്. 261 കിലോമീറ്റർ നീളമുള്ള കാസർഗോഡ് കോഴിക്കോട് ഷൊർണൂർ 3ഉം 4ഉം പാതകൾ, 106 കിലോമീറ്റർ വരുന്ന ഷൊർണൂർ എറണാകുളം 3ആം പാത, 99 കിലോമീറ്റർ വരുന്ന ഷൊർണൂർ കോയമ്പത്തൂർ 3ഉം 4ഉം പാതകൾ, എറണാകുളം കായംകുളം 3ആം പാത, കായംകുളം തിരുവനന്തപുരം 3ആം പാത, തിരുവനന്തപുരം നാഗർകോവിൽ 3ആം പാത എന്നീ പദ്ധതികളുടെ വിശദമായ രൂപരേഖയാണ് തയ്യാറാക്കി വരുന്നത്. ഇതിനു പുറമെ 232 കിലോമീറ്റർ ദൈർഘ്യമുള്ള മറ്റു പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ അങ്കമാലി ശബരിമല പുതിയ പാത, തിരുവനന്തപുരം കന്യാകുമാരി ഇരട്ടിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. എറണാകുളം കുമ്പളം, കുമ്പളം തുറവൂർ, ഷൊർണൂർ വള്ളത്തോർ നഗർപാത ഇരട്ടിപ്പിക്കലുകളും ഇതിൽപ്പെടും. സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കലിനായി റെയിൽവേ 1975 കോടി രൂപ കേരള സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നും നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും നൽകിയ മറുപടികളിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ ആവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.